ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ താരം ഫുൾജാർ സോഡയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കടയിലൊന്നും പോകേണ്ട, നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് 2 ഫ്ലേവേഴ്സിലുള്ള ഫുൾജാർ സോഡ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഫുൾജാർ സോഡയ്ക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് ആണ്. ഈ ചെറിയ ഗ്ലാസ് നമ്മൾ എടുക്കുന്ന വലിയ ഗ്ലാസിന്റെ 4-1 വലിപ്പമെങ്കിലും വേണം. ഈ ചെറിയ ഗ്ലാസ്സിൽ നമ്മൾ ആവശ്യമുള്ള കൂട്ടൊക്കെ നിറച്ചിട്ടാണ് വലിയ ഗ്ലാസ്സിലെ സോഡയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിന് ആവശ്യത്തിനത്ര വലിപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ജ്യൂസിന് അത്ര ടേസ്റ്റ് വരില്ല. ആദ്യം നമുക്ക് ഫുൾജാർ സോഡയുടെ ഒറിജിനൽ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചെറിയ ഗ്ലാസിന്റെ ഒരു അര ഭാഗം ഞാൻ പുതിനയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന വലിയ കപ്പിന്റെ 1/4 ഭാഗം പുതിന എടുത്തിട്ട് അത് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തതാണിത്. അരിച്ചെടുക്കാതെയും നമുക്ക് എടുക്കാം, എന്നാലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ചമുളകിന്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഒരു പച്ചമുളക് നന്നായിട്ട് അരച്ചിട്ട് അതിന്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കാറ്. ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ പച്ചമുളകിന്റെ ജ്യൂസ് ചേർത്തത്. വലിയവരൊക്കെ ആണെങ്കിൽ നമുക്ക് 1 പച്ചമുളകിന്റെ ജ്യൂസ് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. 3 ടീസ്പൂൺ ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യരുത്. ഇനി ഇതിന്റെ മുകളിലോട്ട് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ ഉപ്പ് കാരണമാണ് ഫുൾജാർ സോഡ ഇങ്ങനെ പൊങ്ങി പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ കസ്കസ് മുകളിൽ കിടക്കുന്നുണ്ട്, ഉപ്പിടുമ്പോൾ താഴോട്ട് പോകില്ല. കസ്കസ് ഇടാതെ ഉപ്പിട്ടാൽ ഉപ്പ് താഴെ പോയി കിടക്കും. പിന്നെ അത് നമ്മൾ വലിയ ഗ്ലാസ്സിലോട്ട് ഇടുമ്പോൾ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരില്ല. അപ്പം നമ്മുടെ സോഡയ്ക്കുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി വലിയ ഗ്ലാസ്സിൽ നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം സോഡ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റെഡ് കളറിലുള്ള ഫുൾജാർ സോഡ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ണിമത്തനും എടുക്കാം, പക്ഷെ നമ്മൾ ഇതിലോട്ട് ഉപ്പിട്ടാൽ മാത്രമേ പതഞ്ഞ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ തണ്ണിമത്തനിലോട്ട് ഉപ്പ് ചേർത്ത് നോക്കിയപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ചെറിയ ഗ്ലാസിന്റെ അര ഭാഗം തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ജ്യൂസ്, 2 ടീസ്പൂൺ നാരങ്ങ നീര്, 3 ടീസ്പൂൺ ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കസ്കസും മുകളിൽ 1/4 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി വലിയ ഗ്ലാസ്സിലോട്ട് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലോട്ട് ചെറിയ ഗ്ലാസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫുൾജാർ സോഡ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ഒറിജിനൽ റെസിപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.